സംസ്ഥാനത്ത് പുതിയ മദ്യനയം രൂപീകരിക്കാൻ UDF സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. വിവാദമായ പാലക്കാട് എലപ്പുള്ളി മദ്യനിർമ്മാണശാലയുടെ അനുമതി റദ്ദാക്കാൻ സാധ്യതയുണ്ട്. തിങ്കളാഴ്ച മന്ത്രിസഭാ യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരം അപ്ഡേറ്റ് ചെയ്യുന്നു. പറയുക അലക്സ് റാം. നിലവിൽ LDF സർക്കാർ കൊണ്ടുവന്ന നയങ്ങൾ മുഴുവൻ മാറ്റുകയാണ്. UDF സർക്കാർ അധികാരത്തിൽ വന്നു. അവരവരുടെ നയങ്ങൾ രൂപീകരിക്കാനുള്ള പുറപ്പാടിലുമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം മദ്യനയമാണ്. നമുക്കറിയാം LDF സർക്കാരിന്റെ അവസാന കാലത്താണ് ഏറ്റവും ഒടുവിലെ മദ്യനയം പുറത്തു വന്നത്. ആ മദ്യനയത്തിലാണ് സംസ്ഥാനത്തെ ബാറുകളുടെ പ്രവർത്തന സമയം 11 മുതൽ രാത്രി 12 മണി വരെ ദീർഘിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തന സമയമാക്കി മാറ്റിയ മദ്യനയമായിരുന്നു അത്. വലിയ വിമർശനം ആ ഘട്ടത്തിൽ UDFന്റെ ഭാഗത്തുനിന്നുണ്ടായി. മാത്രമല്ല, സംസ്ഥാനത്ത് നിരവധിയായ ബാറുകൾ തുടങ്ങുന്നു, ഒപ്പം ബിവറേജസുകളുടെ ഔട്ട്ലെറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു തുടങ്ങി വ്യാപകമായ വിമർശനം അന്ന് UDF ഉന്നയിച്ചിരുന്നു. ഇതിൽ ഏവരും ഉറ്റുനോക്കുന്ന കാര്യം ബാറുകളുടെ എണ്ണം കുറയ്ക്കുമോ, നേരത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്നതുപോലെ ബാറുകളുടെ എണ്ണം കുറയ്ക്കുമോ, ബെവ്കോ ഔട്ട്ലെറ്റുകളുടെ എണ്ണം കുറയ്ക്കുമോ എന്നുള്ളതാണ്. UDF സർക്കാർ കുറയ്ക്കുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. LDF സർക്കാർ പറഞ്ഞിരുന്നത് മദ്യവർജനമാണ് അവരുടെ നയം എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ മദ്യവർജനമല്ല, മദ്യം സംസ്ഥാനത്ത് ഒഴുക്കുന്ന നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. ഈ പാലക്കാട് എലപ്പുള്ളി മദ്യനിർമ്മാണശാല അടക്കം കൊണ്ടുവരുന്നത് ആ തരത്തിലാണ്. അതിനു പിന്നിൽ അഴിമതി അടക്കമെന്ന് UDF ആരോപിച്ചിരുന്നു. അത് മാത്രമല്ല, എലപ്പുള്ളി പഞ്ചായത്ത്, UDF ഭരിച്ചിരുന്ന എലപ്പുള്ളി പഞ്ചായത്ത് അത് LDF സർക്കാരിന്റെ ആ തീരുമാനത്തിനെതിരെ ശക്തമായി രംഗത്തെത്തുകയും ആ പദ്ധതി മുന്നോട്ട് പോകാതെ നിൽക്കുകയും ചെയ്തു. ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് പുതിയ മദ്യനയം രൂപീകരിക്കുന്നതിന്റെ ആലോചനയിലേക്ക് UDF സർക്കാർ കടക്കുന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിങ്കളാഴ്ച മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. ആ മന്ത്രിസഭാ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രാരംഭ ചർച്ചകൾ ആരംഭിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്താണെങ്കിലും UDF സർക്കാരിന്റെ കാലത്ത് പുതിയ മദ്യനയം വരും. അത് മാത്രമല്ല, പാലക്കാട് എലപ്പുള്ളിയിലെ ഈ മദ്യനിർമ്മാണശാലയ്ക്ക് നൽകിയ അനുമതി അത് റദ്ദാക്കുന്ന നടപടികളിലേക്ക് ഒരുപക്ഷെ കടന്നേക്കും എന്നുള്ള വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു. അന്തിമമല്ല, ആ പ്രാഥമിക ചർച്ചകളിലേക്ക് UDF സർക്കാർ കടക്കുന്നതേ ഉള്ളൂ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, തിങ്കളാഴ്ചയാണ് മന്ത്രിസഭാ യോഗം. അതിനുശേഷമായിരിക്കും അത് സംബന്ധിച്ച പ്രാഥമിക ആലോചന നടത്തി തീരുമാനങ്ങളിലേക്ക് കടക്കുക. SK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.